രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ച് CPIM AKG സെന്ററിലാണ് ചർച്ച. സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ LDF വൈകിട്ട് 4-ന് യോഗം ചേരും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനാണ് ചേരുന്നത്. ഹരി, ഇക്കാര്യത്തിൽ വലിയൊരു തലവേദനയിലാണ് CPIM. ഒരു വശത്ത് കേരള കോൺഗ്രസും അതേപോലെ തന്നെ RJD, CPI. ഇതിനിടയിൽ ഏത് രീതിയിലായിരിക്കും ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം CPIMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? കൃഷ്ണ, LDFന് മുന്നിൽ ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. അതായത് LDFന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ 4 പേർ ഇത്തരത്തിൽ അവകാശവാദം, അതായത് ഘടകകക്ഷികൾ CPM ഉൾപ്പെടെ 4 പേർ ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുകയും 2 സീറ്റുകൾ വിജയിപ്പിക്കാവുന്ന സ്ഥിതിയുമാണ് LDFന് മുന്നിലുള്ളത്. ഇതിൽ ആർക്ക് എങ്ങനെയാണ് അനുനയിപ്പിക്കേണ്ടതുള്ളതെന്നുള്ളതാണ് LDFന് മുന്നിലുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത്. ഈ CPIയുടെയും CPMന്റെയും ഒഴിവന്ന സീറ്റുകളിലാണ് ഇപ്പോൾ ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മും അതേപോലെ തന്നെ CPIയും ഇപ്പോൾ RJDയും ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഈ CPM ഉച്ചയ്ക്ക് 3 മണിക്ക് AKG സെന്ററിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ തീരുമാനം. ഈ രാജ്യസഭാ സീറ്റിന് പുറമെ മറ്റ് സ്ഥാനമാനങ്ങൾ നൽകി അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കമായിരിക്കും CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ അന്തിമ തീരുമാനം ഈ യോഗത്തിന് ശേഷമായിരിക്കും. 4 മണിക്ക് ഇടതുമുന്നണി യോഗമുണ്ട്. ഇടതുമുന്നണി യോഗത്തിന് ശേഷം ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കും എന്നുള്ളതാണ്. ഏതായാലും കേരള കോൺഗ്രസ് എമ്മും CPIയും ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെയും വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നേ ഉള്ളൂ. ഏതായാലും ഇടതു മുന്നണി യോഗത്തിന് ശേഷം ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം അറിയാൻ കഴിയും. കൃഷ്ണ, ഹരി, ഇതിപ്പോൾ ഈ RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിക്കുക, അവരുമായി ഒരു അനുനയത്തിൽ എത്തിച്ചേരുക, അതിനുശേഷം യോഗം ചേർന്ന് ഒരു തീരുമാനമെടുക്കുക, അത് പ്രഖ്യാപിക്കുക എന്നതാണോ ഒരു നീക്കം? ഇടതുമുന്നണി യോഗത്തിലായിരിക്കും ഇതിൽ ഒരു ഇപ്പോൾ RJDയെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ RJD ഇതുമായി ബന്ധപ്പെട്ടൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. കാരണം എന്തുകൊണ്ടും തങ്ങൾക്കാണ് ഈ സീറ്റിന് അനുയോജ്യർ എന്ന തരത്തിലുള്ള ഒരു അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ 3 മണിക്ക് AKG സെന്ററിൽ വെച്ചിരിക്കുന്ന യോഗത്തിൽ ഇതുമായി സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് LDFന് മുന്നിലുള്ള 2 പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത്, ഒന്ന് കേരള കോൺഗ്രസ് എം, അതേപോലെ തന്നെ RJD, CPI. ഈ 3 പേരും ഒരേ തരത്തിൽ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ RJD പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ടും തങ്ങളാണ് യോഗ്യർ എന്നുള്ളൊരു തരത്തിലാണ്. അത്തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കേണ്ട എന്ന തരത്തിലാണ് LDF ഇത്തരത്തിൽ യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും 3 മണിക്ക് AKG സെന്ററിൽ ഇത്തരത്തിലൊരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം അവരെ ഒരുപക്ഷെ രാജ്യസഭാ സീറ്റ് നൽകുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ മറ്റ് സ്ഥാനമാനങ്ങൾ നൽകി അനുനയിപ്പിക്കാനായിരിക്കും തീരുമാനം. ഏതായാലും രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ ഒരു തീരുമാനം CPIMന്റെ ഭാഗത്തു നിന്ന് 4 മണിയോടെ ഉണ്ടാകുമെന്നാണ് ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.